वही है दोस्त, 19 मिनट 34 सेकंड वाला यहाँ स्पॉटेड है भाई, देख लिया इसका. മേഘാലയയിലുള്ള ജന്നത്ത് എന്ന പെൺകുട്ടി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു. പതിയെ അവളുടെ ഫോളോവേഴ്സ് ഒക്കെ കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ അപ്രത്യക്ഷിതമായി അത് ചിലർക്ക് സഹിക്കാനാകാതെ പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടിയുടെ ഒരു വീഡിയോ വൈറലാകുന്നു. ആ വീഡിയോയിൽ അവൾ ഒരു യുവാവിനോടൊപ്പം കാണപ്പെടുന്നു. വീഡിയോ വൈറലായതോടെ ഗ്രാമത്തിലെ ആളുകൾ എല്ലാവരും ഈ പെൺകുട്ടിയോട് ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്ന്. അതിനുത്തരമായി ഈ പെൺകുട്ടി പറയുന്നത്, ഈ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടി അത് ഞാനല്ല എന്നാണ്. അതിനുശേഷം പോലീസ് അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിനിടയിൽ ഈ ഗ്രാമത്തിലെ തന്നെ ഒരു യുവാവാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തുന്നു. അവന് ഈ പെൺകുട്ടിക്ക് ഫോളോവേഴ്സ് കൂടുന്നത് ഇഷ്ടമല്ലായിരുന്നു. അവൾക്ക് വിജയം ലഭിക്കരുത് എന്നായിരുന്നു അവന്റെ ചിന്ത. ദേഷ്യത്തിൽ, ഒരു കോപത്തിൽ മറ്റൊരു വീഡിയോയ്ക്ക് മുകളിൽ അവൻ ഈ പെൺകുട്ടിയുടെ മുഖം ഫേസ് വാപ്പ് ചെയ്തു. ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കുകയും അത് വൈറലാക്കുകയും ചെയ്തു. പോലീസിന് ഈ സത്യവും അറിയാൻ സാധിച്ചു. തുടർന്ന് അവൾ കരഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇത് തന്റെ വീഡിയോ അല്ലെന്നും ഈ യുവാവ് തന്നെ ബോധപൂർവം കുടുക്കിയതാണെന്നും പറയുന്നു. ഇതോടെ ഈ ഒരു കേസ് ക്ലോസ് ആകുന്നു. പതിയെ പതിയെ എല്ലാവരും ഈ വീഡിയോയെക്കുറിച്ച് മറക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വീഡിയോ വൈറലാകുന്നു. അത് ഏകദേശം ഒരു 19 മിനിറ്റ് 34 സെക്കൻഡ് വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ ഒരു യുവാവും യുവതിയും കാണപ്പെടുന്നു. ആ വീഡിയോ വൈറലായതോടെ അതിൽ വീണ്ടും ജന്നത്ത് എന്ന പെൺകുട്ടിയുടെ മുഖം കാണപ്പെടുന്നു. മുൻപ് അവൾ തനിക്കെതിരെ നടന്ന അനീതിയെക്കുറിച്ച് പറഞ്ഞ വീഡിയോയും ഈ 19 മിനിറ്റും വീഡിയോയുമായി ചേർത്ത് ഇതും ജന്നത്തിന്റെ വീഡിയോ ആണെന്നും പറഞ്ഞ് പ്രചരിക്കാൻ തുടങ്ങി. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇതിന് പിന്നിൽ വളരെ വലിയൊരു ഗൂഢാലോചന തന്നെ ഉണ്ടായിരുന്നു. ജന്നത്ത് എന്ന പെൺകുട്ടിയുടെ പേര് നശിപ്പിക്കാനായി ബോധപൂർവം നടത്തിയ ഒരു നീക്കം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നതും എങ്ങനെയാണ് ഈ 19 മിനിറ്റ് വീഡിയോ വൈറലായത്, എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ പേര് ഇതുമായി ബന്ധിക്കപ്പെട്ടത്, യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ കാണപ്പെട്ട യുവതിയും യുവാവും ആരാണ്. നവംബർ 20 വെസ്റ്റ് ബംഗാൾ ഒരു 19 മിനിറ്റ് 34 സെക്കൻഡ് വീഡിയോ വൈറലായി. ആ വീഡിയോയിൽ കാണപ്പെടുന്ന യുവതിയും യുവാവും ബംഗാളിൽ വളരെ പ്രശസ്തരായിരുന്നു. അതിന് കാരണം അവർക്കുണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു. വീഡിയോ വൈറലായതോടെ ഇന്ത്യയിൽ മുഴുവനും ഇവരുടെ പേരുകൾ ടോപ്പ് സെർച്ചുകൾ ആരംഭിക്കുന്നു. ആളുകൾ സോഫി എന്ന പേരിലും പെൺകുട്ടിയുടെ പേരിലും ഈ വീഡിയോ തിരയാൻ തുടങ്ങുന്നു. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ വീഡിയോ റീസെന്റ് ഡേയ്സിലെ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത വീഡിയോ ആയി മാറുന്നു. ചാനലിന്റെ പേരും പെൺകുട്ടിയുടെ പേരും എല്ലാം ഉപയോഗിച്ച് ആളുകൾ ഈ വീഡിയോ തിരയാൻ തുടങ്ങി. ഈ വീഡിയോ കാണാൻ ആളുകൾ എത്രത്തോളം ആകാംക്ഷയോടെ ആഗ്രഹിച്ചുവെന്നറിയണ്ടേ. 2000 രൂപ 5000 രൂപ വരെ പണം കൊടുത്തു പോലും കാണാൻ തയ്യാറായിരുന്നു. ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ വീഡിയോ ട്രെൻഡിങ് ആയിരുന്നു. പതിയെ ആളുകൾ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് പോലും തിരയാൻ തുടങ്ങി. 3-ാം പാർട്ട്, 4-ാം പാർട്ട് ഇതൊക്കെ വേണമെന്ന് ആളുകൾ ആവശ്യപ്പെടാൻ തുടങ്ങി. ഇപ്പൊ ചോദ്യം ഇതാണ്, ഇത്തരത്തിലുള്ള വീഡിയോസ് ദിവസം തോറും ഏതെങ്കിലും ആപ്പിൽ പല കപ്പിളുകളുടെ പേരിൽ വൈറലാകുന്നുണ്ട്. പിന്നെയും എന്തുകൊണ്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടി ആളുകൾ ഇത്രയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, ആഗ്രഹിക്കുന്നു? അതിന് കാരണം ഞാൻ പറയാം. വൈറലായ ഈ വീഡിയോയിലെ യുവതിക്കും യുവാവിനും ഒരു വലിയ യൂട്യൂബ് ചാനലുമായി ബന്ധമുണ്ടായിരുന്നു. ബംഗാളിലെ ഏറ്റവും വലിയ കോമഡി ചാനലുകളിൽ ഒന്നായി പിൽഗ്രാം സോഫി ഈ ഒരു യൂട്യൂബ് ചാനലുമായി. ഈ കോമഡി ചാനലിന് 1 കോടിയിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഇവരുടെ ഓരോ വീഡിയോസും 24 കോടിയിലധികം ആളുകൾ കാണുമായിരുന്നു. ഇത്രയധികം പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നതിനാൽ ആളുകൾ ഈ യുവാവിനെയും യുവതിയെയും വളരെ വേഗത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. ഈ വീഡിയോയിൽ അവരുടെ യഥാർത്ഥ പേര് വിവരങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കാം, ആ ഒരു യൂട്യൂബ് ചാനലിൽ ഈ 2 പേർ മാത്രമല്ല, മറ്റൊരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ അവരിൽ ഏറ്റവും വേഗത്തിൽ ഫെയിം നേടിയത് ഈ 2 പേരായിരുന്നു. ഹിന്ദിയിലും മറ്റു ഭാഷയിലും ഒക്കെ ഇവർ ഇങ്ങനെയാണെങ്കിൽ ബംഗാളി ഭാഷയിൽ ഇവർ ടോപ്പിലെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദിവസം തോറും ഇവരുടെ ഇങ്ങനെ പോപ്പുലാരിറ്റി കൂടിക്കൊണ്ടിരുന്നു. ഒരുപാട് പണം വരികയും മറുവശത്ത് കോടിക്കണക്കിന് വ്യൂസ് ലഭിക്കുകയും ചെയ്തു. ഇതോടെ മീഡിയ ഇവരിലേക്ക് എത്തുന്നു. ഇരുവരും ഇന്റർവ്യൂ നടത്തി.
അവിടെ ഈ യുവാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വീഡിയോ ഇന്നത്തേതല്ല, അത് പല വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും അനുവാദത്തോടു കൂടിയാണ് റെക്കോർഡ് ചെയ്തത് എന്ന്. വീഡിയോയിൽ പോലും കാണാൻ സാധിച്ചിരുന്നു ആ പെൺകുട്ടിയാണ് റെക്കോർഡിംഗ് ബട്ടൺ ഓൺ ചെയ്തത്. വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൂടെ തന്നെ ഇത് വ്യക്തമാകുന്നുണ്ട്, ഈ വീഡിയോ ഇരുവരും ചേർന്നാണ് റെക്കോർഡ് ചെയ്തത് എന്ന്. ഇതിനൊപ്പം ഈ യുവാവ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ വീഡിയോ എൻ്റെ ഫോണിലല്ല, ഈ പെൺകുട്ടിയുടെ ഫോണിലാണ് റെക്കോർഡ് ചെയ്തത് എന്ന്. വീഡിയോ റെക്കോർഡ് ചെയ്തതും പെൺകുട്ടി തന്നെയാണ് എന്ന്. പക്ഷേ പെൺകുട്ടിയുടെ വാദം അനുസരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ ഫോണിൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നൊരു ചോദ്യം, പെൺകുട്ടിയുടെ ഫോണിൽ നിന്നല്ലെങ്കിൽ ഈ വീഡിയോ ലീക്കായത് എങ്ങനെയാണ്? കാരണം ഏതൊരു പെൺകുട്ടിയും തൻ്റെ സ്വകാര്യ വീഡിയോ മീഡിയയിൽ ലീക്കാകാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അവിടെയാണ് മറ്റൊരു സുഹൃത്തിൻ്റെ പേര് മുന്നോട്ട് വരുന്നത്. അവൻ്റെ പേരാണ് റൂബൽ. ഈ റൂബൽ അതേ ചാനലിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവൻ്റെ ജോലി എല്ലാവർക്കും വേണ്ടി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെയും യുവാവിൻ്റെയും ഫോൺ പലപ്പോഴും റൂബലിൻ്റെ കൈവശം ഇരിക്കുമായിരുന്നു. ഇരുവരുടെയും പാസ്വേഡും അവൻ അറിയാമായിരുന്നു. ഇങ്ങനെ ദിവസേന ലിപ്സിംഗ്, കോമഡി വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ റൂബൽ തന്നെയായിരുന്നു എല്ലാവരെയും ഇതിനു വേണ്ടി സഹായിച്ചിരുന്നത്. ഒരു ദിവസം റൂബൽ ഇവരുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ അവൻ കാണുകയാണ് ഈ 19 മിനിറ്റ് 34 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം റൂബലിൻ്റെ മനസ്സിലൊരു ചിന്ത വരുന്നു, ഈ വീഡിയോ ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്കത് ഉപകാരപ്പെടും എന്ന്. അങ്ങനെ അവൻ ആ വീഡിയോ അവൻ്റെ സ്വന്തം ഫോണിലേക്ക് ഷെയർ ചെയ്യുന്നു. ഒരു വർഷത്തിന് ശേഷം ആ ദിവസം വന്നെത്തി. ആ യുവാവും യുവതിയും അത്യന്തം പ്രശസ്തരാകുന്നു. ചാനലിന് കോടിക്കണക്കിന് വ്യൂസ് കിട്ടുന്നു. ആളുകളുടെ അപരിമിതമായ സ്നേഹം ലഭിക്കുന്നു. അതിനിടയിൽ റൂബലിന്റെ മനസ്സിൽ അസൂയ വളർന്നു. ഇവർ ഫെയിം നേടി പണം സമ്പാദിക്കുന്നു, പക്ഷെ എനിക്ക് എന്താണ് കിട്ടുന്നത്? ഈ ഒരു വിരോധത്തിന്റെ ഫലമായി റൂബൽ ആ 19 മിനിറ്റ് വീഡിയോ വൈറലാക്കുന്നു. പക്ഷേ കഥ ഇതോടുകൂടി അവസാനിക്കുന്നില്ല. ഈ വീഡിയോയിലൂടെ ഇതുവരെയും 15 കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത ഓരോ വ്യക്തിയും ഈ മൊത്തം 15 കോടിയുടെ ഭാഗമായിട്ടുണ്ട്. 2025 നവംബർ മാസം 20 ഈ വീഡിയോ വൈറലായതിനു ശേഷം ആളുകൾ അതിന് വലിയ തോതിൽ തന്നെ ഫോർവേഡ് ചെയ്യാൻ തുടങ്ങി. ചില വാട്സപ്പിലും ടെലഗ്രാമിലും ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാം, ഇതിനൊപ്പം ചില വെബ്സൈറ്റുകളിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്നു. ഇതിനുശേഷം ഈ വീഡിയോ വഴിയുള്ള അപമാനം അത് ഒറ്റ പെൺകുട്ടിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇതേ വീഡിയോ ഉപയോഗിച്ച് പല പെൺകുട്ടികളെയും ബോധപൂർവം കുടുക്കാൻ തുടങ്ങി. അവരിൽ ഒരാളായിരുന്നു ജന്നത്ത് എന്ന പേരുള്ള ഈ ഇൻഫ്ലുവൻസർ പെൺകുട്ടി. ഏകദേശം 4 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ജന്നത്തിന്റെ മുഖവും ഈ വീഡിയോയുമായി ഫേസ് സ്വാപ്പ് ചെയ്തു. അവളുടെ പേരിലാണ് ഈ വീഡിയോ പ്രചരിച്ചത്. പക്ഷേ ഈ ഒരു സംഭവം അവിടെയും നിൽക്കാതെ മുന്നോട്ട് പോയി. ബംഗാളിലും ബീഹാറിലുമുള്ള പല നടിമാരുടെയും മുഖങ്ങൾ ഇതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി സ്വാപ്പ് ചെയ്ത് പ്രചരിക്കപ്പെട്ടു. ഇതിലൂടെ ഇന്നുവരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഏകദേശം 15 കോടി രൂപയുടെ വരുമാനമാണ് ജനറേറ്റ് ചെയ്തതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇതിനുശേഷം ആ വീഡിയോയിൽ യഥാർത്ഥത്തിൽ കാണപ്പെട്ട യുവതിയും യുവാവും സൈബർ ക്രൈം വിഭാഗത്തിൽ പരാതി നൽകി. അവിടെ ഒരു അപേക്ഷ ഫയൽ ചെയ്യുകയും അന്വേഷണത്തിനൊടുവിൽ ഈ റൂബൽ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ചോദ്യം നിങ്ങളോടാണ്, ഈ ഒരു വീഡിയോ വൈറലാക്കിയ ആ ഒരു വ്യക്തി അവൻ എന്ത് ശിക്ഷ നൽകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ കാണപ്പെടുന്ന എല്ലാ വീഡിയോസും സത്യമാകണം എന്നില്ല. ഒരു ക്ലിക്ക്, ഒരു ഷെയർ, ഇത് മാത്രം മതി ഒരു നിരപരാധിയുടെ മുഴുവൻ ജീവിതം നശിപ്പിക്കാൻ. ഫേസ് സ്വാപ്പ്, AI പോലുള്ള സാങ്കേതിക വിദ്യകൾ ശക്തിയുള്ളവയാണ്. പക്ഷേ തെറ്റായ കൈകളിൽ അകപ്പെടുകയാണെങ്കിൽ അത് തന്നെ ഒരു ആയുധമായി മാറുന്നു. സത്യം അറിയാതെ ഒരു വീഡിയോ കാണുകയോ ഷെയർ ചെയ്യുകയോ വിധി എഴുതുകയോ ചെയ്താൽ നമ്മളെയും ആ കുറ്റത്തിന്റെ ഭാഗമാക്കുകയാണ്. ഓർമ്മിക്കുക, തെറ്റ് ചെയ്യുന്നത് ഉണ്ടാക്കുന്നവൻ മാത്രമല്ല, അത് പ്രചരിക്കുന്നവനുമാണ്. അതിനാൽ ചിന്തിക്കുക, മനസ്സിലാക്കുക, അതിനുശേഷം മാത്രമേ ഷെയർ ചെയ്യാവൂ. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോസിനെ കുറിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ നിങ്ങളുടെ ആ ഒരു ലൈക്ക് മാത്രം മതി. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.